ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നിലവിലെ UGC റൂൾ പ്രകാരമൊക്കെ തന്നെ 3 വർഷ കോഴ്സ് ആയിരുന്നതെല്ലാം തന്നെ 4 വർഷ കോഴ്സുകളാക്കി മാറ്റാനുള്ള ശുപാർശയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആൾസോ കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ 4 ഇയർ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം 3 വർഷം പൂർത്തിയാക്കിയ പരീക്ഷ ജയിക്കുന്നവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നതും അതോടെ കോഴ്സ് മതിയാക്കാൻ അവസരമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അപ്പം നിലവിൽ അടുത്ത അധ്യയന വർഷം മുതൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ, അതായത് MG യൂണിവേഴ്സിറ്റിയിൽ ഓർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചട്ടങ്ങളായി എന്നുള്ള കാര്യമാണ്. 54 3 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്കാണ് 4 വർഷമായിട്ട് ചേഞ്ച് വരുത്താനായിട്ട് പോകുന്നത്. 3 വർഷം പൂർത്തിയാക്കി പരീക്ഷ ജയിക്കുന്നവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതോടെ കോഴ്സ് മതിയാക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും. ഇനി 4 വർഷ കോഴ്സ് നിങ്ങൾ പൂർത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ബിരുദം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. 3 വർഷക്കാലത്ത് മികച്ച ക്രെഡിറ്റ് നേടുന്നവർക്കാണ് 4ാം വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് അവസരം ഉണ്ടാവുക. 3 വർഷം കഴിഞ്ഞ് ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ഈ അവസരം നഷ്ടമാകുന്നതുമായിരിക്കും. 1ാം വർഷം പൂർത്തിയാക്കിയാൽ സർട്ടിഫിക്കറ്റും 2 വർഷം കഴിഞ്ഞ ഡിപ്ലോമയും നൽകുന്ന രീതിയാണ് ദേശീയ വിദ്യാഭ്യാസ തലത്തിലുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ UGC അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. പഠിക്കാൻ UGC വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. MGയിലും ആദ്യ 2 വർഷ എക്സിറ്റ്, അതായത് പുറത്തു പോകാൻ തൽക്കാലം നടപ്പാകില്ല. 177 അക്കാഡമിക് ക്രെഡിറ്റാണ് ആകെയുള്ളത്. ഓരോ വർഷം പൂർത്തിയാക്കുമ്പോൾ നേടിയ ക്രെഡിറ്റിന് സ്റ്റേറ്റ്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് നൽകും. 1 വർഷം കഴിഞ്ഞാൽ മറ്റൊരു കോളേജിലേക്കോ സർവകലാശാലയിലേക്കോ പഠനം മാറ്റാൻ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കോഴ്സ് ഇടയ്ക്ക് വെച്ച് നിർത്തിയാലും വീണ്ടും പുനരാരംഭിക്കാൻ പഠിച്ച കാലയളവിലെ ക്രെഡിറ്റ് നിലനിൽക്കും. പ്രോഗ്രാമുകളുടെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. സയൻസ് പ്രോഗ്രാമിന് ചേരുന്നവർക്ക് മൈനർ സബ്ജക്റ്റായി ഏതെങ്കിലും ആർട്സ് വിഷയം എടുക്കാം. അതുപോലെ തിരിച്ചും പുതിയ സിലബസ് മാർച്ച് 1 ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ വൈസ് ചാൻസലർക്ക് സമർപ്പിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നിലവിൽ വന്നിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻസ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളതായാലും അതുപോലെ തന്നെ അമേസിംഗ് ആയിട്ടുള്ള ജനറൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ആൾസോ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്